എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പഹൽഗാമിലെ കൂട്ടക്കൊല തന്നെയാണ് നാടിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. ഇന്ന് ഇടപ്പള്ളിയിലെ രാമചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിയുമ്പോൾ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു കണ്ണുനീർ തുള്ളിയായി രാമചന്ദ്രൻ മാറി. ഇന്നത്തെ വാർത്താ പകലിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചതും രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രക്തസാക്ഷിത്വമായിരുന്നു. ഓരോ കേരളീയനും വളരെ നൊമ്പരത്തോടെ മാത്രമേ ഈ കാര്യം ആലോചിക്കാൻ കഴിയൂ. ഇന്ത്യയിൽ 26 നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്. ആ വാർത്തയിൽ തന്നെയാണ് നമ്മുടെ വാർത്താ ചാനലുകളും ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ജമ്മു കാശ്മീർ ഖത്വയിൽ പോലീസിന്റെ പ്രത്യേക സംഘം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നു എന്ന വാർത്ത വരുന്നു. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ കണ്ടു എന്ന ഒരു പ്രദേശവാസിയെ നൽകിയ സൂചനയാണ് ഇവിടെ കൂടുതൽ തെരച്ചിൽ നടത്താൻ അവരെ പ്രേരിപ്പിച്ചത്. ഒരു സ്ത്രീയാണ് ഇത്തരമൊരു സൂചന നൽകിയത്. ഈ ഫോട്ടോയിൽ കണ്ട അല്ലെങ്കിൽ ചിത്രത്തിൽ കണ്ട ആളിൻ്റെ സാമ്യമുള്ള ഒരാളെ കണ്ടു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വിനീത വിജി വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനീത, എപ്പോഴാണ് ഈ സ്ത്രീ ഇത്തരമൊരു വിവരം സുരക്ഷാ ഏജൻസികൾ കൈമാറിയത്? കൊത്തുയിൽ വളരെ സജീവമായി തെരച്ചിൽ നടത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഡൽഹി ബ്യൂറോയിൽ കിട്ടിയത്? ഇന്ന് വൈകിട്ടോട് കൂടിയാണ് പ്രദേശവാസിയായ ഒരു സ്ത്രീ ഇത്തരത്തിലേക്കുള്ള ഒരു നിർണായക വിവരം പോലീസിന് കൈമാറുന്നത്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരിൽ ചിലരെ താൻ ഇവിടെ കണ്ടു എന്നാണ് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 പേരെ കണ്ടതായിട്ടാണ് അവർ ഈ മൊഴിയിൽ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതാണെങ്കിലും ഇവരുടെ ഈ മൊഴി കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിന്റെ പ്രത്യേക സംഘമടക്കം അവിടെ എത്തിയപ്പോൾ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കത്വയിൽ ഒന്നാകെ സംയുക്ത സേന പോലീസും ഒപ്പം തന്നെ സൈന്യത്തിന്റെയും തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പോലീസ് സംഘം അവിടെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഈ ഭീകരരുടെ രേഖാചിത്രങ്ങളടക്കം നേരത്തെ തന്നെ NIA പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ വിശദാംശങ്ങൾ, ഇവരുടെ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഫോട്ടോകൾ കണ്ടു കിട്ടുന്നവർ ഞങ്ങളെ വിവരം അറിയിക്കണമെന്ന് ജമ്മു കാശ്മീർ പോലീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതികളെക്കുറിച്ചുള്ള വിവരം അറിയിക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കത്വയിൽ ഈ ഭീകരരെ കണ്ടതായി ഒരു സ്ത്രീ, ആ പ്രദേശവാസിയായ സ്ത്രീ മൊഴി നൽകുന്നത് പോലീസിന്. ഇവർ ആദ്യം ഒരു പോലീസിനോടാണ് ഇക്കാര്യം പറയുന്നത്. തുടർന്ന് ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ഈ കൂടുതൽ ആളുകളെ ആ മേഖലകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ കേസ് അന്വേഷിക്കുന്ന ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പോലീസ് സംഘം തന്നെ ഈ കത്വയിലെത്തി ഇപ്പോൾ അവിടെ തെരച്ചിൽ തുടരുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും കത്വയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ സൈന്യം തുടരുകയാണ്. പല മേഖലകളിലേക്കടക്കം ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട്. സൈന്യം സർവ്വസജ്ജമായി തന്നെ അതിർത്തിയിൽ തുടരുന്നുണ്ട്. ഈ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെയും ഇന്ന് രാവിലെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പാക് അതിർത്തിയിൽ ഈ പാകിസ്ഥാന്റെ ഒരു പ്രകോപനം ഈ അതിർത്തി മേഖലകളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. വിവിധ പോസ്റ്റുകൾ, പാക് പോസ്റ്റുകളിൽ നിന്ന് അതിർത്തികളിലേക്ക് വെടിവെപ്പ് അടക്കം ഉണ്ടാകുന്നു. ഇതിൽ ഇന്ത്യൻ സൈന്യം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എല്ലാ മേഖലയിലും ഭീകരർക്കായുള്ള ശക്തമായ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പ്രദേശവാസിയായ സ്ത്രീ ഇത്തരത്തിലേക്ക് നിർണായകമായിട്ടുള്ളൊരു വിവരം നൽകിയിരിക്കുന്നത്. ഏതാണെങ്കിലും ആ സ്ത്രീയുടെ മൊഴിയിൽ കണക്കിലെടുത്ത് ഇപ്പോൾ വലിയ തെരച്ചിൽ ആ കത്വയിലടക്കം പുരോഗമിക്കുകയാണ്. ഓക്കെ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കത്വയിൽ ഈ ഭീകരവാദികളെ കണ്ടു എന്ന ഒരു സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസും സുരക്ഷാ ഏജൻസികളും കത്വയിൽ അന്വേഷണം ത്വരിതപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല കുറച്ചധികം മണിക്കൂറുകളായി അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കാരണം ഈ തീവ്രവാദികൾക്ക് രക്ഷപ്പെട്ടു പോകാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് സുരക്ഷാ ഏജൻസികൾക്കറിയാം. ലേറ്റസ്റ്റ് ഇൻ്റലിജൻസ് വിവരം അനുസരിച്ച് ഇവർ അവിടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കത്വയിൽ കാര്യമായ തെരച്ചിൽ സുരക്ഷാ ഏജൻസികൾ നടത്തുന്നത്. എങ്ങനെയായാലും ഇവരെ പൂട്ടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം 26 നിരപരാധികളെയാണ് ഇവർ വെടിവെച്ച് കൊന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും തോക്കേന്തിയിട്ടില്ലാത്ത പാവം മനുഷ്യരെയാണ് കൂട്ടക്കൊല ചെയ്ത് ഇവർ രക്തം കുടിച്ച് പാകിസ്ഥാനെ തൃപ്തിപ്പെടുത്തിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മറ്റു വിവരം അറിയിക്കാനുള്ളത്, നമ്മുടെ വാർത്താ സംഘം വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട്. PP ജെയിംസിൻ്റെ നേതൃത്വത്തിലുള്ള വാർത്താ സംഘമാണ്. നിങ്ങൾക്കറിയാം, ഇനി PP ജെയിംസിൻ്റെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് വത്തിക്കാനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഈ പരിപാടിയിൽ തന്നെ PP ജെയിംസ് വത്തിക്കാനിൽ നിന്ന് നമ്മളോട് സംസാരിക്കും.
ജമ്മു കാശ്മീർ അതിർത്തികളിൽ പാക് സേനയുടെയും ഭീകരരുടെയും പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യൻ സുരക്ഷാ സേന. ബന്ദിപ്പോരയിൽ ഏറ്റുമുട്ടൽ ലഷ്കർ ഇ തോയ്ബ കമാൻഡർ അൽതാഫ് ലലിയെ സേന ഇന്ന് വധിച്ചു. ജമ്മു കാശ്മീരിലെ ഭീകര ഒളിത്താവളങ്ങൾ വളഞ്ഞ് സേനയുടെ പരിശോധനകളും പുരോഗമിക്കുകയാണ്. ബന്ദിപ്പോരയിലെ ഏറ്റുമുട്ടലിലാണ് ലഷ്കർ ഇ തോയ്ബ കമാൻഡർ അൽതാഫ് ലല്ലിയെ സുരക്ഷാ സേന വധിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. പുൽവാമയിൽ വീടുകയറി തിരച്ചിൽ. ഷോപ്പിയാനിലും അനന്ത്നാഗിലും മറ്റും ഭീകരരുടെ ഒളിത്താവളങ്ങൾ സേന വളഞ്ഞു. കത്വയിൽ 4 ഭീകരരെ കണ്ടെന്ന് പ്രദേശവാസികൾ സൈന്യത്തെ അറിയിച്ചു. ജമ്മു കാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തി BSF അടച്ചു. സുജേത് ഗഡിലെ ഒക്ട്രോയ് പോസ്റ്റിലേക്കുള്ള പ്രവേശനമാണ് നിർത്തിവെച്ചത്. ഷിംല കരാർ ഒപ്പുവെച്ച മേശപ്പുറത്ത് നിന്ന് പാക് പതാക നീക്കി. ഹിമാചൽ രാജ്ഭവനിൽ നിന്നാണ് പതാക നീക്കിയത്. BSF ജവാനെ പാക് സേന കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ BSF മേധാവി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ സാഹചര്യങ്ങൾ അറിയിച്ചു. ജവാനെ വിട്ടു നൽകിയില്ലെങ്കിൽ കടുത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ അറിയിക്കാനാണ് നീക്കം. സംഭവത്തിൽ ആശങ്ക അറിയിച്ച് ജവാൻ PK സിംഗിന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു. ജമ്മു കാശ്മീരിലെത്തിയ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണം ചർച്ച ചെയ്യുന്നതിന് ലഫ്റ്റനന്റ് ഗവർണർ തിങ്കളാഴ്ച ജമ്മു കാശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു. അതേസമയം പഹൽഗാം ആക്രമണത്തിനായി ലഷ്കർ ഭീകരർക്ക് ഹമാസിന്റെ പിന്തുണയും കിട്ടിയെന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തൽ. പാക് അധീന കാശ്മീരിൽ ഹമാസ് ഭീകരർ എത്തിയെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി പറഞ്ഞു. 24 ഡൽഹി. ഇപ്പോൾ ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്യുന്ന ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഹാഷ്മി, ശ്രീനഗറിലെത്തിയിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഈ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒളിത്താവളങ്ങൾ സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്നു. കത്വയിൽ ഏറ്റുമുട്ടൽ മാത്രമല്ല, ഈ തീവ്രവാദികളുടെ മുഖസ്വാമ്യമുള്ള ചില ആളുകളെ കണ്ടു എന്നൊരു സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവിടെയും തെരച്ചിൽ തുടരുകയാണ്. ശ്രീനഗറിൽ എത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി നേരിട്ട് ഹാഷ്മിക്ക് ബോധ്യപ്പെട്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉറപ്പായും എസ് കെ, നമ്മൾ ശ്രീനഗറിലെത്തി ഇവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ രോഷം, അവരുടെ സങ്കടം അവർ മറച്ചുവെക്കാതെ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന ഇഷ്ടമില്ലാത്ത പാകിസ്ഥാൻ ഞങ്ങളുടെ അന്നം മുട്ടിക്കാൻ ഇത് ചെയ്തു എന്ന് നേർക്കുനേർ പറഞ്ഞ ഒരുപിടി ടൂറിസ്റ്റ് ഡ്രൈവർമാരെ, കച്ചവടക്കാരെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടുത്തെ ജനതയുടെ ഒരു പൊതുവികാരം അതുതന്നെയാണ്. അപ്പോൾ മാത്രമല്ല, നമ്മളിവിടെ ശ്രീനഗറിൽ അല്പസമയം മുമ്പ് 1 അല്ല 2 മെഴുകുതിരി പ്രതിഷേധങ്ങളും ഇങ്ങോട്ടേക്ക് എത്തി. കൊല്ലപ്പെട്ടവർക്ക് ആദരം അർപ്പിക്കലാണ്. അതോടൊപ്പം തന്നെ അവിടെ ഉയരുന്ന മുദ്രാവാക്യമൊക്കെ പാകിസ്ഥാൻ മുർദാബാദ്, പാകിസ്ഥാൻ തുലയട്ടെ, ഭീകരവാദം തുലയട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഇവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ. അത്രയും നമ്മളിവിടെ നിൽക്കുന്നത് ലാൽ ചൗക്കിലാണ്. എസ് കെ, ഇത് ജമ്മു കാശ്മീരിന്റെ ഒരുപാട് ഭാഗങ്ങളൊക്കെ കണ്ടൊരു സ്ഥലമാണ്. ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണം ഉണ്ട്. ഇവിടെ കുറേ അധികം സമയം നമുക്ക് നിൽക്കാൻ കുറച്ച് പരിമിതിയുമുണ്ട്. പോലീസുകാരൊക്കെ ഒന്ന്, സൈനികരൊക്കെ ഒന്ന് നമ്മളോട് എപ്പോഴാണ് മടങ്ങുന്നത് ചോദിക്കുന്നുണ്ട്. അത് അവർക്ക് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. എന്തായാലും അവരൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഒരുപാട് മലയാളികളെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഒരുപാട് മലയാളികളെ. ചേട്ടാ, എവിടെ ചേട്ടാ? എപ്പോ വന്നായിരുന്നു? 22-ാം തീയതി രാവിലെ ഇവിടെ ജമ്മുവിലെത്തി. ഇവിടെ കറങ്ങി വരുന്നതുകൊണ്ട് രാത്രി 11:30 മണിയാണ് ഇവിടെ എത്തുമ്പോൾ. പൂഞ്ച് വഴിയാണ് വന്നത്. അത് ഭയങ്കര നമ്മള് അന്ന് രാത്രി എത്തി. നമ്മൾ വൈകുന്നേരം ഏകദേശം ന്യൂസ് കിട്ടി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള. അപ്പം പഹൽഗാമിന്റെ അടുത്താണ് ഏകദേശം ആദ്യം റൂം പ്ലാൻ ചെയ്തത്. പിന്നെ മാറ്റി ഇവിടെ ഈ സിറ്റിയിൽ തന്നെ റൂം സെറ്റ് ചെയ്തു. അപ്പോൾ എസ് കെ, അങ്ങനെയാണ് ഒരുപാട് മലയാളികൾ ഇപ്പോൾ ശ്രീനഗറിലുണ്ട്. പഹൽഗാമിലേക്ക് പോകാൻ വന്നവരാണ്. അവർ ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇനി പോലെ എന്തായാലും നടക്കുന്നില്ല. പിന്നെ നടക്കുന്ന ഡെവലപ്മെന്റ് എസ് കെ, ഈ പറയുന്ന ഭീകരവാദികൾ എവിടെ എന്നുള്ളതാണ് ഇനിയുള്ള നമുക്ക് അറിയേണ്ടത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇഞ്ച് ബൈ ഇഞ്ച് എന്ന് പറഞ്ഞാൽ അത്രയധികം കൂടുതൽ സൈനിക സന്നാഹങ്ങൾ ഇറക്കിക്കൊണ്ട് ഇഞ്ച് ബൈ ഇഞ്ച് പരിശോധന നടക്കുന്നു. പിന്നിൽ കാണുന്ന ഇപ്പോൾ രാത്രി ആയത് കാരണം കാണാൻ കഴിയുമോ എന്നറിയില്ല. നമുക്ക് പിന്നിൽ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് പിന്നിൽ കാണുന്ന വലിയ മലനിരകളുണ്ട്. അതിന് അങ്ങേയറ്റത്താണ് ഈ പീർപ്പഞ്ചാൽ മലനിര എന്ന് പറയുന്നത്. പീർപ്പഞ്ചാലിലേക്ക് ഇവർ കടന്നു കളഞ്ഞു എന്നുള്ള ഇപ്പോൾ സംശയം കത്തുവയിൽ കണ്ടെത്തുന്നില്ലെങ്കിൽ. ആ പീർപ്പഞ്ചാൽ എന്ന് പറയുന്നത് അവിടെ CRPF ഒക്കെ ക്യാമ്പുകളൊക്കെ ഉള്ള ഒരു പകുതി മലയോളം എന്ന് പറഞ്ഞാൽ ഒരുപാട് CRPF ക്യാമ്പുകളും സൈനിക സാന്നിധ്യം ഒരുപാടുള്ള സ്ഥലമാണ്. അവിടേക്ക് അവർ കുളിച്ചിരിക്കാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും അവരെ കണ്ടെത്തൽ പ്രധാനമാണ്. നമുക്ക് ഈ പറഞ്ഞ നയതന്ത്രപരമായ ശക്തമായ തിരിച്ചടി അതൊക്കെ വേണം. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ നിരപരാധികളായ 26 പേരെ തോക്കിൻ മുനമ്പിൽ പോയിന്റ് ബ്ലാങ്കിൽ കൊന്നൊടുക്കിയവർക്ക് അതേ രീതിയിൽ പോയിന്റ് ബ്ലാങ്കിൽ മറുപടി കൊടുക്കുക എന്നുള്ളത് ഓരോ പൗരനും അത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും തരത്തിൽ അഹിംസയാണെന്ന് കരുതുന്നത് എസ് കെ. അതൊരു ആഗ്രഹമാണ്. അവർക്കുള്ള നീതി എന്ന് പറയുന്നത് ആ ഭീകരവാദികളുടെ ചേതനറ്റ ശരീരങ്ങൾ കൂടിയാണ്. അതിനുവേണ്ടി കൂടി ഈ രാജ്യം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു. അതിനുള്ള പരിശോധനകൾ തുടരുന്നുണ്ട്. നയതന്ത്ര രംഗത്തുള്ള തിരിച്ചടി അതിശക്തമായി തന്നെ തുടരുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ കുറിച്ച് പാകിസ്ഥാനിൽ നിന്നും അതിരൂക്ഷമായ പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് എസ് കെ. അതിന് കാരണം അവരുടെ കാർഷിക മേഖലയുടെ നട്ടലൊടിക്കുന്ന തീരുമാനമാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ വിദേശകാര്യമന്ത്രി
പറയുന്നത് ഞങ്ങളുടെ വെള്ളത്തിൽ തൊട്ട് കളിച്ചാൽ അത് ജലയുദ്ധമായി ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം അവരെ അത് ആ തീരുമാനം ബാധിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ പറയുന്ന ഭീകരവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കാൻ പോലും അവിടുത്തെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ മടിക്കുന്നില്ല എന്നത് പ്രധാനമാണ്. പ്രകോപന പ്രസ്താവനകൾ അവിടെ നിന്ന് തുടരുന്നുണ്ട്. നയതന്ത്ര നീക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളരെ സജീവമായി നടക്കുന്നു. അതോടൊപ്പം തന്നെ സൈനിക നീക്കങ്ങൾക്കുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കരസേനാ മേധാവി ഇവിടെ വന്ന് ഇവിടുത്തെ പ്രധാന സൈനിക ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചുകൊണ്ട് ഈ ശ്രീനഗറിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അത് നമ്മൾ നടത്താൻ പോകുന്ന ഒരു സൈനിക നീക്കത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു മുന്നൊരുക്കമാണ്, ഒരു ആദ്യ പടിയാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. സൈന്യമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വിവരങ്ങൾ അപ്പോൾ അങ്ങനെ കിട്ടില്ല. മാത്രമല്ല അതിന് കൃത്യമായ സമയം നോക്കി നിന്നുകൊണ്ട് കൃത്യമായ സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ, അവരുടെ ഹോട്ട്ബെഡുകൾ പഠിച്ച് അങ്ങനെ കൃത്യം സമയത്ത് മാത്രമായിരിക്കും ഒരുപക്ഷെ ഒരു സൈനിക ഓപ്പറേഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ അതിനുവേണ്ടിയുള്ള എല്ലാവിധ ശ്രമങ്ങളും എല്ലാവിധ കൂടിയാലോചനകളും നടക്കുന്നുണ്ട്. ഈ പറയുന്ന LOC കേന്ദ്രീകരിച്ച് കൂടുതൽ സേനാവിന്യാസം അങ്ങോട്ടേക്ക് ഉണ്ടാകുന്നു. INS വിക്രാന്ത്, INS സൂറത്തൊക്കെ അതത് മേഖലകളിലേക്ക് കൂടുതൽ പോകുന്നു. എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നൊരു അന്തരീക്ഷം ശ്രീനഗറിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കുന്ന ശ്രീനഗറിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടിലെ ശ്രീനഗറിലെ ഇതിന് സമീപ പ്രദേശത്തെ പഹൽഗാമിന് ഇപ്പുറത്തെ പ്രദേശത്തെ ഒക്കെയുള്ള പ്രദേശവാസികളുടെ വികാരം അത് ശക്തമായി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആർട്ടിക്കിൾ 37 കാര്യത്തിൽ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് വിയോജിപ്പുകളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ അറിയാം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പാകിസ്ഥാൻ നടത്തിയ അങ്ങേയറ്റത്തെ ബാർബാറിക് അറ്റാക്കിനെതിരെയുള്ള അതിശക്തമായ രൂക്ഷമായ പ്രതികരണങ്ങൾ, രോഷാകുലമായ പ്രതികരണങ്ങൾ ഓരോ മണിക്കൂറും കാണുന്ന ഒരു ശ്രീനഗർ കാലാവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ ആഷ്മി താജ് ഇബ്രാഹിം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ആഷ്മി താജ് ഇബ്രാഹിം ശ്രീനഗറിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. ഒരുപക്ഷെ ഈ ഭീകരാക്രമണത്തിന് ശേഷം അമർഷം പുകയുന്ന പ്രതികരണം പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് വിപരീതമായി അവിടുത്തെ സാധാരണ ജനങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനെ പഴിക്കുകയാണ്. കാരണം അവിടെ അന്നം മുട്ടിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ടൂറിസമൊക്കെ നന്നായി വളർന്നു വരുന്നൊരു സാഹചര്യമായിരുന്നു. ഒരുപാട് ബിസിനസ് നന്നായി നടക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കാശ്മീരിലേക്ക് ഒഴുകിയെത്തുന്നു. അങ്ങനെ ടൂറിസം പച്ച പിടിച്ചപാടത്ത് ജനങ്ങളുടെ ജീവിത നിലവാരം മാറി. അങ്ങനെ അവർ ചേഞ്ച് ആകുന്നു, അവരുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന തോന്നലുണ്ടായ സമയത്താണ് ഈ നിരപരാധികളായ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന് പാകിസ്ഥാൻ തീവ്രവാദികളുടെ പിൻബലത്തോടെ പകപോക്കുന്നത്. മാത്രമല്ല അവിടെ സമ്പദ്ഘടന മെച്ചപ്പെടുന്നതും ടൂറിസം വളരുന്നതും ഒന്നും പാകിസ്ഥാന് താല്പര്യമില്ല. കാരണം കാശ്മീർ എന്ന സംസ്ഥാനം കൊണ്ട് കളിക്കുകയായിരുന്നു ഇത്ര കാലവും പാകിസ്ഥാൻ. കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യക്കൊപ്പം ശക്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യം അവർ ഇഷ്ടപ്പെടുന്നില്ല. അതവരെ വല്ലാതെ അലോസരപ്പെടുന്നു. അതിനുവേണ്ടിയാണ് വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വരെ അവർ ജാതി ചോദിച്ചും മതം ചോദിച്ചും ഒക്കെ വെടിവെച്ചു എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. എന്തായാലും ഈ നമ്മുടെ ഈ പഹൽഗാമിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ശ്രീനഗറിലും ഒക്കെ തന്നെ ജനങ്ങൾ പാകിസ്ഥാനെ പഴിക്കുന്നു എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അനിൽ നായർ എന്ന് പറയുന്ന ഒരാൾ ഒരു കമൻറ്റ് SK, I am retired army veteran who worked in RR for long time. നൗ ആർമി ഫേസിങ് മാൻ പവർ ഷോർട്ടേജ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആവശ്യത്തിന് അത് എനിക്ക് തോന്നുന്നു ഉന്നത തലങ്ങളിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അനിൽ നായർ ആൾബലം കുറവുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നികത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 2 കാശ്മീർ ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിലൂടെ ഇന്ന് സുരക്ഷാ സേന തകർത്ത് കളഞ്ഞു. പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പിൻബലത്തോടെയാണ് സുരക്ഷാ സേന തകർത്തത്. തെറ്റ് ചെയ്തെങ്കിൽ കനത്ത ശിക്ഷ നൽകണമെന്ന് ഭീകരരായ ആദിൽ ഹുസൈൻ തോക്കറിൻ്റെയും ആസിഫ് ഷെയ്ഖിൻ്റെയും കുടുംബങ്ങൾ പറഞ്ഞു. ത്രാലിലെയും ബിജ്ബെഹാരയിലെയും ഭീകരരുടെ വീടുകളിലെത്തിയ 24 സംഘത്തോടാണ് അവർ ഈ പ്രതികരണങ്ങൾ പറഞ്ഞത്. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ളതായി തെളിവ് ലഭിച്ച ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നതിനിടെയാണ് പ്രാദേശിക ഭീകരർക്കെതിരെ കടുത്ത നടപടി. ഇരുവരുടെയും വീടുകൾ സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തു. ത്രാലിലെ മഗ്മയിലുള്ള ആദിൽ ഷെയ്ഖിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി 10:30 പ്രാദേശിക ഭരണകൂടമടങ്ങുന്ന സംഘം എത്തിയത്. വീടിന്റെ പകുതിയോളം തകർത്തു. പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയ ആസിഫ് നേരത്തെ മുതൽ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു. 3 വർഷമായി ആസിഫുമായി ഒരു ബന്ധവുമില്ലെന്നും പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെങ്കിൽ പിടികൂടി ശിക്ഷിക്കണമെന്നും സഹോദരി ആസിഫ. अगर आते तो वो यहीं पे उनको पकड़ते. अगर हमने कोई इलीगल काम किया होता 3 सालों से, हम भी तो जेल में होते, हम भी तो वहाँ पे थाने में बंद होते. അനന്ത്നാഗിലെ ബിജ്ബെഹാരിക്ക് സമീപം ഗൂരിയിലുള്ള ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറിന്റെ വീട്ടിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച ശേഷമാണ് വീട് തകർത്തത്.
പഹൽഗാം ആക്രമണത്തിൽ ആദിലിന് പങ്കുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ നൽകണമെന്ന മാതാവ് ഷഹസാദ. आज खोतस 5 अप्रैल खोतस 8 वरी सगळं एक्झाम दिन येते मेशन ते पाता की सशी तेमने पाता हास न्यून नेचुरल बेसमसन तमे बस साजाजन. ആക്രമണത്തിന് പിന്നാലെ ആദിലിന്റെ പിതാവിനെയും 2 സഹോദരന്മാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പാകിസ്ഥാനിൽ നിന്നും 7 വർഷത്തോളം ലഷ്കർ പരിശീലനം നേടിയ ആദിൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിലെത്തിയതായി ഏജൻസികൾക്ക് വിവരമുണ്ട്. 2018 ശേഷം ആദിലിന് വീടുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്നാൽ അതിനുശേഷം ആദിൽ പാകിസ്ഥാനിലേക്ക് പോയി പരിശീലനം സിദ്ധിച്ച് മടങ്ങിയെത്തിയെന്നും ഭീകരർക്ക് വഴികാട്ടിയാകുന്നത് ആദിൽ ആണ് എന്നുമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് വീട് തകർക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നതും. അനന്താഗിലെ ഗുരിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. അതിൽ വീട്ടിലെത്തിയിട്ടില്ല എന്നൊക്കെ അതിൻ്റെ ഉമ്മയും മറ്റുള്ള സഹോദരിയും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? സാധാരണ മനുഷ്യരെ വെടിവെച്ച് കൊല്ലാൻ യാതൊരു വിഷമവുമില്ലാത്ത ആളുകളാണ് ഇവരൊക്കെ പറയുന്നത് മുഖവിലയ്ക്ക് നമുക്ക് എടുക്കാൻ കഴിയില്ല. മാത്രമല്ല പാകിസ്ഥാനിൽ തീവ്രവാദ പരിശീലനമൊക്കെ നേടിയ ശേഷം ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി മടങ്ങി കാശ്മീരിലേക്ക് വന്ന ഇയാളിലൊരു വിശ്വാസം നമുക്ക് അർപ്പിക്കാൻ കഴിയില്ല. എത്രയും വേഗം സുരക്ഷാ സേനയ്ക്ക് ഇയാളെ പിടികൂടാൻ കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. കടുത്ത ശിക്ഷ ഇവർക്ക് ലഭിക്കുക തന്നെ വേണം. കാരണം കാശ്മീർ രക്ഷപ്പെടാനുള്ള വഴികൾ കണ്ടെത്തിയപ്പോൾ അതിൻ്റെ നാരായ വേരാണ് ഇവന്മാർ അറുത്ത് വീഴ്ത്തിയത്. ഈ നരാധമന്മാർ ഒരു അനുതാപവും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ മാത്രമല്ല, ഇവർക്ക് കമ്പളം വിരിച്ചു കൊടുത്ത ആളുകളും ഈ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളും ഒക്കെ തന്നെ കർക്കശമായ തിരിച്ചടികൾ അർഹിക്കുന്നു എന്നുള്ളത് പരമമായ സത്യം. ഇപ്പോൾ സമയം 8:50 സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് ഒഴുക്കില്ലെന്ന് ജലവകുപ്പ് മന്ത്രി CR പാട്ടീൽ ഇന്ന് പ്രതികരിച്ചു. ഇസ്രായേൽ അംബാസഡർ റൂവൻ ആസർ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കുന്നതിൽ ഇസ്രായേലിൻ്റെ സർവ്വ പിന്തുണയും ഇന്ത്യക്കുണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ശരിക്കും യഥാർത്ഥത്തിൽ ഈ നദീജല കരാർ മരവിപ്പിക്കുന്നു എന്നുള്ള വാർത്ത പാകിസ്ഥാൻ ഒരു ഞെട്ടലോടെ തന്നെയാണ് കേട്ടിട്ടുള്ളത്. കാരണം അവിടുത്തെ എത്രയോ കോടി കർഷകർ അവലംബിക്കുന്ന വെള്ളമാണ് സിന്ധു നദീജലം. അപ്പോൾ ഇങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല എന്നൊരു തീരുമാനം കൂടി എടുത്താൽ പാകിസ്ഥാൻ അതുണ്ടാക്കുന്ന സമ്മർദ്ദം ചില്ലറയായിരിക്കില്ല. വിവരങ്ങൾ. തീർച്ചയായും SKN പാകിസ്ഥാന്റെ GDP ഒക്കെ താങ്ങി നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ സിന്ധു നദിയിൽ നിന്ന് ലഭിക്കുന്ന ജലം. അതേതായാലും പൂർണ്ണമായി തന്നെ നിർത്തിവെക്കും എന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ്. അതോടനുബന്ധിച്ചാണ് ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിലേക്ക് CR പാട്ടീൽ ജലവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, ഒപ്പം വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉണ്ടായിരുന്നു. ഇവർ ഒരുമിച്ചാണ് ഇത്തരമൊരു ചർച്ച നടത്തിയത്. അതിൽ മുന്നോട്ട് ഇനിയിപ്പോൾ വെള്ളം തടയുകയാണെങ്കിൽ, തടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ, അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ആ വെള്ളം എങ്ങനെ ഉപയോഗിക്കണം, പാകിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനെതിരെ ഒരു നീക്കം ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇന്ന് പ്രധാനമായും ചർച്ച നടന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം CR പാട്ടീൽ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് കൊടുക്കാതിരിക്കാനുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. അതിൽ ഹ്രസ്വകാല ദീർഘകാല മെഷേഴ്സ് നടപടികൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. അതേക്കുറിച്ചുള്ള ആലോചനകളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കനാലുകളും മറ്റും ഉപയോഗിച്ച് വെള്ളം ഇന്ത്യയിലേക്ക് തന്നെ വഴിതിരിച്ചു വിടുകയും ഇന്ത്യയിൽ അത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്ന കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇന്ന് പ്രധാനമായും ചർച്ച നടത്തി. ഇതിന്റെ ഒരു തുടർ ചർച്ചകളും നീക്കങ്ങളും ഒക്കെ ഇനിയും മുന്നോട്ട് നടക്കുക. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ ഇങ്ങനെ വെള്ളം നിർത്തിയാൽ ഞങ്ങളുടെ ഭാഗത്ത് അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ബോധിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോഴത്തെ ഒരു തർക്കത്തിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ ലോകരാജ്യങ്ങളെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം ഇന്ത്യ ഇന്ന് നടത്തിയത്. അതിന്റെ സിഗ്നിഫിക്കൻ്റ് ആയ പ്രധാനപ്പെട്ട ചില ചർച്ചകളും നീക്കങ്ങളും ഒക്കെ ഇന്ന് നടന്നു. S ജയശങ്കർ ഇന്ന് പരമാവധി അംബാസഡർമാരെ, ഇന്ത്യയിലെ സ്ഥാനപതികളെ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചു. അർജന്റീനയുടെ മറ്റും സ്ഥാനപതികൾ അതിലുണ്ടായിരുന്നു. മാത്രമല്ല അമേരിക്ക കൂടി ഒരു പിന്തുണ, ഈ ഭീകരവാദത്തിനെതിരെ പിന്തുണ നൽകും എന്ന് അറിയിച്ചു. മാത്രമല്ല ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഇന്ന് വിളിച്ചു, നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രി ഇന്ന് നരേന്ദ്രമോദിയെ വിളിച്ചു. ഭീകരവാദത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ ഒപ്പം നിൽക്കുമെന്നും പുൽവാമയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ നടുക്കം, അതിന്റെ ഒരു അനുശോചനം, മരിച്ച ആളുകളുടെ പേരിൽ അനുശോചനമൊക്കെ പ്രധാനമന്ത്രിമാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഈ വിഷയങ്ങളിൽ, ഈ തർക്കങ്ങളിലൊക്കെ ഇന്ത്യ എടുക്കുന്ന നിലപാടുകളിലൊക്കെ ലോകത്തിന്റെ പിന്തുണ, ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ നടത്തിയത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ BSF ജവാൻ ഒരാൾ ഇപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുണ്ട്. 48 മണിക്കൂർ സമയം കഴിയുന്നു. അദ്ദേഹത്തെ തിരികെ എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ചർച്ചകളൊന്നും തന്നെ പാകിസ്ഥാൻ തയ്യാറാവുന്നില്ല.
താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിയുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നുവെന്ന സൂചനകൾ വരുന്നു. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയേക്കും. നിങ്ങൾക്കറിയാം 1972 സിംല കരാറിൽ ഇന്ദിരാഗാന്ധിയും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവെച്ചു. അപ്പോൾ എന്നാൽ ഒരു നോവാർ പാക്റ്റ് ആയിരുന്നു അത്. പരസ്പരം യുദ്ധം ചെയ്യില്ലെന്നും പ്രശ്നങ്ങൾ രമ്യമായി പരസ്പരം പറഞ്ഞു തീർക്കുമെന്നും മൂന്നാമത്തൊരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടാകാതെ സൂക്ഷിക്കുമെന്നും ഹിമാചൽ പ്രദേശിന് തലസ്ഥാനമായ സിംലയിൽ ഒപ്പുവെച്ച ചരിത്രപരമായ എഗ്രിമെൻ്റ് പറയുന്നു. അപ്പോൾ ഈ എഗ്രിമെൻ്റ് തന്നെ ഒരുപക്ഷെ ഈ എഗ്രിമെൻ്റ് തന്നെ ആദ്യം പാകിസ്ഥാനാണ് പിൻവലിച്ചത്. ഇപ്പോൾ ഇന്ത്യയും അത് റദ്ദ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും പാകിസ്ഥാന് പണി കൊടുക്കാൻ ഇന്ത്യക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് ഈ ഉടമ്പടി റദ്ദ് ചെയ്യുന്നതിലൂടെ. ചരിത്രപരമായ ഒരു ഇന്ത്യ പാക് റിലേഷനിൽ ഏറ്റവും ചരിത്രപരമായ ഒരു ഉടമ്പടിയായിരുന്നു സിംല കരാർ. കാശ്മീർ എന്നും പാകിസ്ഥാൻ്റെ ഒരു തുറുപ്പിച്ചീട്ടാണ്. ആ തുറുപ്പിച്ചീട്ട് ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒരു പരിധിവരെ പാകിസ്ഥാനെ ചെറുത്ത് നിർത്തിയതും ഈ സിംല കരാറാണ്. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്ക് തയ്യാറെടുത്ത ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറും. സിന്ധു നദിയിലെ കരാർ മരവിപ്പിച്ചത് കർശനമായി നടപ്പാക്കാൻ ഇന്ത്യ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് ഒഴുക്കില്ലെന്ന് ജലവകുപ്പ് മന്ത്രി. പാക് പൗരന്മാരെ എത്രയും വേഗം കണ്ടെത്തി തിരിച്ചയക്കണമെന്ന് മുഖ്യമന്ത്രിമാർക്ക് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത കാശ്മീർ സ്വദേശികളുടെ വീടുകൾ സ്ഫോടനത്തിലൂടെ ഇന്ന് തകർത്തു. आज खोतस 5 april खोतस 8 वरी सगळं एक्झाम दिने मेशन ते पाता की सशी तेमने पाता हास न्यून नेचुरल बेसनसन तमे गो साजा दिन മകന് പങ്കുണ്ടെങ്കിൽ തക്ക ശിക്ഷ നൽകണമെന്ന് ഭീകര സംഘത്തിൽപ്പെട്ട ആദിൽ ഹുസൈൻ തോക്കറിന്റെ ഉമ്മ ഷഹസാദ ലഷ്കർ ഇ തോയ്ബ 24 പറഞ്ഞു. ബന്ദിപ്പോരയിൽ ലഷ്കർ ഇ തോയ്ബ കമാൻഡർ അൽതാഫ് ലല്ലിയെ ഏറ്റുമുട്ടലിലൂടെ ഇന്ന് ഇന്ത്യൻ സേന വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന് കണ്ണീരോടെ നാട് വിട നൽകി. അന്തിമോപചാരം അർപ്പിച്ച പ്രമുഖർ, പിങ്ങിപ്പൊട്ടി നാട്ടുകാരും സുഹൃത്തുക്കളും. Let us stay together and show all our enemies that we are one and we are not going to surrender before all your terrorist activities. ഭീകരതയ്ക്ക് മുന്നിൽ രാജ്യം മുട്ടുമടക്കില്ലെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. എൻ രാമചന്ദ്രന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് കൊച്ചിയിൽ സംസ്കരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാക് പങ്കിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. ആക്രമണം നടത്തിയ 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ എന്ന് സ്ഥിരീകരിച്ച ജമ്മുകാശ്മീർ പോലീസ്. ഹാഷി മൂസയും അലിഭായും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് ISI സഹായത്തോടെ. ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രകോപനവുമായി പാക് ഭരണകൂടം. ആക്രമണത്തെ പുകഴ്ത്തി പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ. ആസൂത്രണത്തിൽ ഹമാസിനും പങ്ക്. കഴിഞ്ഞ 30 കൊല്ലമായി ഭീകരരെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് സമ്മതിച്ച് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ്. And West, including Britain. If we had not joined the war against Soviet Union and later on the war after 9/11, this Pakistan's track record, was not, unimpeachable track record. അമേരിക്കയും ബ്രിട്ടനും ഭീകരതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചെന്നും പാക് പ്രതിരോധ മന്ത്രി പറയുന്നു. അതിർത്തിയിൽ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ മോചിപ്പിക്കാൻ തീവ്ര ശ്രമം തുടരുകയാണ്. PK സിംഗിന്റെ ജീവനിൽ ആശങ്കയുണ്ടെന്ന കുടുംബം. ഫ്ലാഗ് മീറ്റിംഗ് ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാകാത്ത പാകിസ്ഥാൻ. ജവാനെ വിട്ടു നൽകിയില്ലെങ്കിൽ കനത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യയുടെ അന്ത്യശാസനം. കാശ്മീർ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ഭീകരർക്കായി കാശ്മീരിൽ വ്യാപകമായ തെരച്ചിൽ തുടരുന്നു. വിഖ്യാത ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ K. കസ്തൂരിരംഗൻ ഓർമ്മയായി. അന്ത്യം 84-ാമത്തെ വയസ്സിൽ ബംഗളൂരുവിൽ. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാന്റെ ശില്പി വിട പറഞ്ഞത് രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച മഹാപ്രതിഭ. പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ടിലൂടെയും ശ്രദ്ധേയനായി. കാട്ടാന ഭീതിയിൽ വയനാട് മേപ്പാടിയിലെ എരുമക്കൊല്ലി. ഇന്നലെ അറുമുഖനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് വീണ്ടും കാട്ടാന എത്തിയെന്ന് നാട്ടുകാർ. കാട്ടാനെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം പരാജയപ്പെട്ടാൽ മയക്കുവെടി വയ്ക്കും. ദൗത്യത്തിന് കുങ്കിയാനകളും. വന്യമൃഗ ആക്രമണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമെന്ന് മന്ത്രി OR കേളു. സംസ്ഥാനത്തെ IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി.
സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അപേക്ഷിക്കാം. വാർഷിക ലൈസൻസിന് 10 ലക്ഷം രൂപ. IT കമ്പനികളിലെ ജീവനക്കാർക്കും ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കും മദ്യം വിൽക്കാം. പ്രവർത്തന സമയം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ. നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയക്കാൻ ഡൽഹി റോസ് അവന്യൂ കോടതി വിസമ്മതിച്ചു. കൂടുതൽ തെളിവുകളും രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം. സോണിയയും രാഹുലും ഉടൻ ഇടിക്കുമില്ല ഹാജരാകേണ്ട ആവശ്യമില്ല. കേസ് അടുത്ത മാസം 2-ാം തീയതി വീണ്ടും പരിഗണിക്കും. സവർക്കർക്ക് എതിരായ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കരുതെന്ന് രാഹുലിനോട് കോടതി. വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യുന്നതിനെ സുപ്രീം കോടതിയിൽ ശക്തമായി എതിർത്ത് കേന്ദ്ര സർക്കാർ. നിയമം മുഴുവനായോ ഏതെങ്കിലും വകുപ്പുകളോ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ലെന്ന് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേന്ദ്രം. വഖഫ് ബൈ യൂസർ എടുത്തു കളയുന്നത് മുസ്ലിങ്ങളുടെ അവകാശം ലംഘിക്കില്ല. ഇതര മതത്തിൽ നിന്നുള്ള നിയമനം വഖഫ് ബോർഡിന്റെ ഭരണനിർവഹണത്തിൽ ഇടപെടാൻ വേണ്ടിയല്ലെന്നും സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകാൻ ലോകം. അന്തിമോപചാരം അർപ്പിക്കാൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് 10,000 ഒഴുകിയെത്തി. പൊതുദർശനം രാത്രി 10:30 മണി വരെ. സംസ്കാര ശുശ്രൂഷകൾ നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മണിക്ക് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു വത്തിക്കാനിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. തത്സമയ വിവരങ്ങളുമായി 24 വാർത്താസംഘം വത്തിക്കാനിൽ. PP ജെയിംസ് ആണ് വാർത്താസംഘത്തിന് നേതൃത്വം നൽകുക. PP ജെയിംസിൻ്റെ റിപ്പോർട്ടുകൾ ഉടൻ വത്തിക്കാനിൽ നിന്ന്. പത്തനംതിട്ടയിൽ മറവി രോഗം ബാധിച്ച രോഗിയുടെ ഹോം നഴ്സിന്റെ ക്രൂരമർദ്ദനമേറ്റത് തട്ട സ്വദേശി V ശശിധരൻ പിള്ളയ്ക്ക്. 59-കാരനായ രോഗിയെ മർദ്ദിച്ച ശേഷം നിലത്തിട്ട് വലിച്ചിഴച്ചു. വീട്ടുകാർ വിവരമറിഞ്ഞത് CCTV ദൃശ്യങ്ങളിലൂടെ. ഹോം നഴ്സ് വിഷ്ണുവിനെതിരെ കൊടുമൺ പോലീസിൽ പരാതി നൽകി. തൃശൂർ വാടാനപ്പള്ളിയിൽ വൃദ്ധ ദമ്പതികൾ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ ഒരു നാവിഴ കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. സിംല കരാർ ഒപ്പുവെച്ച കാര്യം പറഞ്ഞപ്പോൾ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു എന്നൊരു സംശയം. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ച്. ചരിത്ര പ്രസിദ്ധമായ ഉടമ്പടിയാണ് സിംല കരാർ. ഈ ആലി ഭൂട്ടോയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടി വരുന്നത് അദ്ദേഹം പിന്നീട് ജയിലിലായി. അദ്ദേഹത്തിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് അദ്ദേഹം ജയിലിലിരുന്ന് ഒരു ആത്മകഥ എഴുതി. അതിൻ്റെ പേര് തന്നെ ഇഫ് ഐ ആം അസാസിനേറ്റഡ് എന്നാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇഫ് ഐ ആം അസാസിനേറ്റഡ് പാകിസ്ഥാൻ വിൽ ഫാൾ എന്നാണ്. അതായത് എന്നെ തൂക്കിലേറ്റിയാൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകും എന്ന പ്രവചനം നടത്തുകയായിരുന്നു അതിൻ്റെ ആത്മകഥയിൽ. അദ്ദേഹത്തിനെ തൂക്കിലേറ്റി. അതുപോലെ തന്നെ സംഭവിച്ചു. പാകിസ്ഥാൻ ഇന്ന് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും തീവ്രവാദികൾക്ക് സംരക്ഷണവും പാലും പഴവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം. മാത്രമല്ല ഭീകരരുടെ പട്ടികകളിൽ ഉൾപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന ഈ ഏഷ്യയിലെ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന് ജന്മനാട് വിട നൽകി. ഔദ്യോഗിക ബഹുമതികളുടെയായിരുന്നു സംസ്കാര ചടങ്ങ്. ആയിരങ്ങളാണ് N രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയത്. ഇടപ്പള്ളി പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. നാടിന്റെ ഹൃദയത്തിൽ രാമചന്ദ്രൻ ജീവിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒഴുകിയെത്തിയ ജനക്കൂട്ടം. കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവർ ഒരുമിച്ചെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. It's a very sad moment, not only for Kerala, but for whole of country. In fact, it is against the humanity that has happened in Pahalgam. രാജ്യം ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ നിലകൊള്ളേണ്ട സമയമെന്ന് മന്ത്രി P. രാജീവ്. അങ്ങേയറ്റം ദുഃഖകരവും വേദനാജനകവുമായ സംഭവമാണ് കാശ്മീരിൽ പുൽഗാവിയിൽ ഉണ്ടായത്. അതിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു മലയാളിക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്.
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, എറണാകുളം എം.പി. ഹൈബി ഈഡൻ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. വീട്ടിൽ നടന്ന പൊതുദർശനം കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും മാത്രമായി ക്രമീകരിച്ചിരുന്നു. തുടർന്ന് വിലാപയാത്രയായി ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലേക്ക്. അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി ഒടുവിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് സംസ്ഥാനവും രാമചന്ദ്രനെ യാത്രയാക്കിയത്. ടീം 24 കൊച്ചി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളിയിലെ എൻ രാമചന്ദ്രന്റെ വിയോഗത്തിൽ ഒരു നാടാകെ തേങ്ങുന്ന കാഴ്ചയാണ് ഇന്നത്തെ പകൽ കണ്ടത്. വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് രാമചന്ദ്രന്റെ വീടും ചങ്ങമ്പുഴ പാർക്കും ഇന്ന് സാക്ഷ്യം വഹിച്ചത്. തകർന്നുപോയ രാമചന്ദ്രന്റെ കുടുംബത്തെ നെഞ്ചോട് ചേർക്കുകയാണ് കേരളം. അച്ഛൻ കൺമുന്നിൽ വെടിയേറ്റ് പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന മകൾ. ആരും തകർന്നു പോകുന്ന അവസ്ഥയിൽ അസാമാന്യ ഉൾക്കരുത്തുമായി നിന്ന ആരതി പക്ഷേ ഇന്നുലഞ്ഞു. അച്ഛൻ്റെ ചേതനയേറ്റ ശരീരത്തിനു മുന്നിൽ മക്കളെയും ചേർത്തു പിടിച്ചിരുന്നപ്പോൾ ഇരമ്പി വന്ന സങ്കടക്കടൽ അടക്കി നിർത്താൻ ആ മകൾക്കായില്ല. അച്ഛനും അമ്മയും സഹോദരിയും അവധിക്കാലം ആഘോഷിക്കാൻ പോയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അരവിന്ദ്. രാമചന്ദ്രൻ ഏറെ ആഗ്രഹിച്ച യാത്ര. പക്ഷേ ആ സ്വപ്നഭൂമിയിൽ തന്നെ അച്ഛൻ പിടഞ്ഞു വീണു. സങ്കടത്തിൻ്റെ അലകടലിരമ്പാണ് അരവിന്ദിന്റെ ഹൃദയത്തിൽ. എല്ലാമെല്ലാമായിരുന്ന മുത്തച്ഛൻ കൺമുന്നിൽ വെടിയേറ്റു വീഴുന്നത് കാണേണ്ടി വന്ന ആ 2 പിഞ്ചുകുഞ്ഞുങ്ങൾ, ഒരു കുടുംബം തകർന്നുലഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഒഴുകിയെത്തിയ മനുഷ്യക്കടൽ അവരോട് പറഞ്ഞു, കൈവിടില്ല, ഞങ്ങളുണ്ട് കൂടെ. ഒരു ജീവിതകാലം മുഴുവൻ താങ്ങായി നിന്നയാളുടെ അപ്രതീക്ഷിത പിരിഞ്ഞുപോക്കിൽ ഉലഞ്ഞില്ലാതായിപ്പോയി ഭാര്യ ഷീല. ആ ചേതനയേറ്റ ശരീരത്തിനരികിൽ ഷീല മുഴക്കിയ ആ മുദ്രാവാക്യം ഓരോ ഇന്ത്യക്കാരുടെയും ഉള്ളിൽ എക്കാലത്തും ജ്വലിച്ചു നിൽക്കും. ന്യൂസ് ഡെസ്ക് 24. രാമചന്ദ്രൻ അങ്ങനെ കണ്ണീരോർമ്മയായി. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് വേഗം പകരുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണം വിജയമെന്ന് DRDO. ദീർഘദൂര മിസൈലുകൾക്ക് കരുത്ത് കൂട്ടി ഇന്ത്യ. മണിക്കൂറിൽ 6000 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഭാരം കുറയ്ക്കാനും ക്ഷമത കൂട്ടാനും മിസൈലുകളെ സഹായിക്കുന്ന ഘടകമാണ് സ്ക്രാംജെറ്റ് എഞ്ചിൻ. വിനീത വിജി വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? SKN, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികൃതരുമൊക്കെയായി സംസാരിക്കുമ്പോൾ അവർ വളരെ വ്യക്തമായി പറയുന്നത് ഒരു സ്വാഭാവിക നടപടി, അവർ പൊതുവെ നടത്തുന്ന നടപടിക്രമങ്ങളാണ്. ഇത്തരത്തിലേക്കുള്ള മിസൈലുകൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഞ്ചിനുകൾ, പരീക്ഷണങ്ങളൊക്കെ സ്വാഭാവികമായി നടത്തുന്നതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നതും അത് വിജയകരമായി പൂർത്തിയാക്കുന്നതും അത് നിലവിലുള്ള സാഹചര്യത്തിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം തന്നെ അത് അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണമാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്.
അതായത് ഈ സ്ക്രാംജെറ്റ് എന്ന് പറയുന്നത് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ്. മിസൈലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ സ്ക്രാംജെറ്റ് എഞ്ചിൻ. ഇത് ദീർഘദൂര മിസൈലുകൾക്ക് കരുത്ത് കൂട്ടുന്നതെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മണിക്കൂറിൽ 60,000 കിലോമീറ്റർ വരെ വേഗതയിൽ ഈ സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ മിസൈലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് സാധാരണ മിസൈലുകൾ പോകുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിൽ ഈ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ ആ മിസൈലുകൾക്ക് വേഗത കൂടുമെന്ന് പറയുന്നുണ്ട്. ആ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 60,000 കിലോമീറ്റർ വരെ അത്തരത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഭാരം കുറയ്ക്കാനും ഒപ്പം തന്നെ ക്ഷമത കൂട്ടാനും ഇത് മിസൈലുകളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്വാഭാവികമായും ആ ഭാരം ഇത്തരത്തിൽ കുറയുകയും അത് ക്ഷമത കൂടുകയും ചെയ്യുമ്പോൾ മറ്റ് ഈ മിസൈലുകളെ അപേക്ഷിച്ച് ഈ സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് അതിവേഗം മുന്നോട്ട് പോകുന്നതിനും ഒപ്പം തന്നെ പ്രതിരോധം തീർക്കുന്നതിനും ഒപ്പം തിരിച്ചടി നൽകുന്നതിനുമൊക്കെ കൂടുതൽ ക്ഷമതയുണ്ടെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഹൈദരാബാദിലാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഈ ഹൈദരാബാദിൽ നടത്തിയ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായും DRDO വ്യക്തമാക്കിയിരിക്കുകയാണ്. SK. ഓക്കെ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വന്നു. തിരുവനന്തപുരം കോവളത്ത് ആഡംബര കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ഗുരുതര പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഡ്രൈവർ മരിച്ചത് കോവളം ചെറുകോണത്ത് സ്വദേശി സെയ്ദാണ്. 48 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഈ അപകടമുണ്ടായത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ്. തിരുവല്ലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പത്തനംതിട്ട മൂഴിയാറിൽ പ്രായപൂർത്തിയാക്കാത്ത 3 സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ സഹോദരൻ അറസ്റ്റിലായി. കഴിഞ്ഞ കൊല്ലം വേനലവധിക്കാലത്താണ് സംഭവം. 17-കാരനെ കൊല്ലം ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. AV ജയശങ്കർ ടെലിഫോണിൽ. ജയശങ്കർ, വിവരങ്ങൾ. ിൽ പഠിക്കുന്ന പെൺകുട്ടികൾ കഴിഞ്ഞ വർഷം അവധിക്കാലത്ത് വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നത്. 9, 13, 12 വയസ്സുള്ള പെൺകുട്ടികൾക്ക് നേരെയാണ് സഹോദരൻ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ അമ്മ ജോലിക്ക് പുറത്തു പോകുന്നൊരു സമയത്തായിരുന്നു പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിൽ പീഡനമുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കോന്നിയിലെ ബാലികാ സദനത്തിൽ കഴിയവേ ഇരകളിൽ ഒരാൾ കൌൺസിലിംഗിനിടെ ഈ പീഡന വിവരം തുറന്നു പറയുകയായിരുന്നു. പിന്നീട് ഈ 17 വയസ്സുകാരനെ പോലീസ് കണ്ടെത്തുകയും വിവരം ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയായിരുന്നു. പിന്നീട് മൂഴിയാർ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട കേസെടുത്തു. എന്തായാലും ഈ 17-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനുശേഷം കൊല്ലത്തെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ള കുട്ടി 17-കാരനാണ്. അതുകൊണ്ട് തന്നെ ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ച് അത്തരം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ മൂഴിയാർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുകയും ഇതിൽ കുറ്റാരോപിതനായ 17-കാരനെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മൂഴിയാർ SHOയുടെ നേതൃത്വത്തിൽ നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും കൂടുതൽ നടപടികൾ. എന്തായാലും ഈ 17-കാരനെ നിലവിൽ കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാർത്ത. ഓടിക്കൊണ്ടിരുന്ന ഒരു BMW കാർ കത്തി. തൃശ്ശൂർ പാലിയക്കര ടോൾ പ്ലാസ വിളിച്ചാണ് സംഭവം. കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോവുകയായിരുന്ന BMW കാറാണ് കത്തിയത്. പുക ഉയരുന്നത് കണ്ട് കാർ നിർത്തി യാത്രക്കാർ പുറത്തേക്കിറങ്ങി. അതിനുശേഷം പിന്നീട് കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഇനി വത്തിക്കാനിലേക്ക്. അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിട ചൊല്ലാൻ ഒരുങ്ങുന്നു. അന്തിമോപചാരം അർപ്പിക്കാൻ 10,000 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തുന്നു. ഇന്ത്യൻ സമയം നാളെ ഉച്ചയ്ക്ക് 1:30 മണിക്ക് സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചടങ്ങുകളിൽ പങ്കെടുക്കും. സംസ്കാര ചടങ്ങിൻ്റെ തത്സമയ വിവരങ്ങൾ നൽകാൻ 24 വാർത്താ സംഘം വത്തിക്കാനിലെത്തി. PP ജെയിംസ് ആയിരിക്കും ഈ വാർത്താ സംഘത്തെ നയിക്കുക. PP ജെയിംസിൻ്റെ റിപ്പോർട്ടുകൾ ഏത് നിമിഷവും ഇനി വത്തിക്കാനിൽ നിന്ന് വരും. വിശ്വാസി സമൂഹത്തിന്റെ വലിയ ഇടയനെ അവസാനമായി കാണാൻ 10,000-ങ്ങളാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തുന്നത്. ലോകം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ്. വത്തിക്കാനിൽ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 പൊതുദർശനം പൂർത്തിയാക്കി പേടകമടയ്ക്കും. സംസ്കാരത്തിന് തൊട്ടുമുമ്പ് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസാന അവസരം അശരണരുടെ സംഘത്തിനായിരിക്കുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. ഇന്ത്യൻ സമയം നാളെ ഉച്ചയ്ക്ക് 1:30 സംസ്കാര ശുശ്രൂഷകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിനെത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു നയിക്കുന്ന ഇന്ത്യൻ സംഘം സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ നാളെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർദിനാൾ മാർ ക്ലെമീസ് കാതോലിക്ക ബാവയ്ക്കൊപ്പം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വത്തിക്കാനിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ തത്സമയം നൽകാൻ
24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസും വത്തിക്കാനിൽ നിന്ന് ചേരും. ഇന്റർനാഷണൽ ഡെസ്ക് 24. വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ അറുമുഖനെ കൊന്ന സ്ഥലത്ത് വീണ്ടും കാട്ടാന ഇറങ്ങിയെന്ന വാർത്ത. പൂളക്കുന്ന് ഉന്നതിയിലെ സുജിത്ത് ആനയ്ക്ക് മുന്നിൽ രക്ഷപ്പെട്ട തലനാരിഴയ്ക്കായിരുന്നു. ആന ജനവാസ മേഖലയോട് ചേർന്ന് നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചു. വനപാലകർ കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സുർജിത്ത് അയ്യപ്പത്തെ ടെലിഫോണിൽ. സുർജിത്ത്, കൂടുതൽ വിശദാംശങ്ങൾ. അതേ സ്ഥലത്താണോ ആന ഇപ്പോഴും ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നത്? ഈ പൂളക്കുന്നിന് താഴെയാണ് ഈ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതായത് കർപ്പൂരക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതായത് ഈ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മേഖലയാണ്. അതിന് താഴെയാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരാളെ പോലും അങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. കാരണം അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നാട്ടുകാരെ പോലും പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രദേശം എന്ന് പറയുന്നത് തേയിലക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. ഒരു ഭാഗം വനമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം വളരെ സങ്കീർണമായ ഒരു അവസ്ഥ കൂടി, രാത്രിയിൽ വെളിച്ചമില്ലാത്ത ഒരു സ്ഥിതി ഉൾപ്പെടെയുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ RRT സംഘം 2 വാഹനങ്ങളിലായി എത്തി അവർ ഈ ആനയെ കാട്ടിലേക്ക് തുരത്തുക എന്നുള്ള തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇതൊരു മോഴയാനയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പ്രാദേശികമായി നമുക്ക് ലഭ്യമാകുന്നത്. ഈ സുജിത്ത് എന്ന് പറയുന്ന കർപ്പൂരക്കാട് സ്വദേശി ചിക്കു എന്നാണ് സുജിത്തിന്റെ പേര്. ഈ സുജിത്തുമായി നമ്മൾ സംസാരിച്ചു. സുജിത്ത് ഏതാണ്ട് 50 മീറ്റർ അകലെ ഈ ആനയെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് അല്പം അകലെ നിന്നുകൊണ്ട് ഈ ആനയെ കണ്ടു എന്നുള്ളതാണ് സുജിത്ത് വ്യക്തമാക്കിയ കാര്യം. എന്തായാലും ആനയെ അവിടെ നിന്നും തുരത്താനുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. ഒരുപക്ഷെ ഈ രാത്രിയിൽ അതിസങ്കീർണമാണ് ഈ ദൗത്യം. പക്ഷേ നാളെ കുങ്കിയാനകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ തുരത്തുക എന്നുള്ള തരത്തിലുള്ള നടപടിയിലേക്കാണ് വനംവകുപ്പ് കടക്കുക. അതിനുവേണ്ടി വിക്രം എന്ന് പറയുന്ന ആനയെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആനയെയും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ നേതൃത്വത്തിലാണ് ദൗത്യം നാളെ ആരംഭിക്കുക. SKN പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. തൃശൂർ പാലിയക്കരയിൽ കാറിന് തീപിടിച്ചു. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ച് ഓടിക്കൊണ്ടിരുന്ന BMW കാറിനാണ് തീപിടിച്ചത്. കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയിരുന്ന കാറാണ് കത്തിയത്. പുക ഉയരുന്നത് കണ്ട് കാർ നിർത്തി യാത്രക്കാർ പുറത്തിറങ്ങി. പിന്നീട് കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.